ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു, എൻ്റെ കുളി കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, പിള്ളേരെ ഒരുക്കി സ്കൂളിൽ പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിമോൾക്കൊന്നും സ്കൂളില്ല. ഉണ്ണിമോൾക്ക് ഇന്ന് തോരാന പെരുന്നാൾ എന്തെങ്കിടാണ്. അവൾ സെൻറ്റ് ബേസ് സ്കൂളിലല്ലേ പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇന്ന് ഇല്ല കേട്ടോ. അപ്പോൾ ക്രിസ്ത്യാനി സ്കൂൾക്കൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ അവളെൻ്റെ ഒപ്പം ഇന്ന് തുണയ്ക്കുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ കച്ചവടത്തിനൊക്കെ പോയി ഇവരെ കൊണ്ടാക്കാൻ പോവാട്ടാ. പോണ നേരത്തൊന്നും ഒരു മഴയില്ല, ഒന്നുമില്ല, മഴക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ നല്ല മഴ, അതും വെയിലും മഴ പോലെ ഒരു മഴയുടെ പെട്ടെന്നാണ് വന്നുട്ടാ. അപ്പോൾ ഇവർ രണ്ടാളും ഇങ്ങനെ പോകുന്നുണ്ട്. ഉണ്ണിമോള് പറയുക, ഇവർ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല ഉമ്മച്ചി എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ അതാണ്ട അപ്പുറത്തെ എൻ്റെ കൂട്ടുകാരികളാട്ടവരൊക്കെ റെമി റസി എന്നൊക്കെ ഞാൻ വിളിക്കുക. അപ്പോൾ അവരൊക്കെ കുട്ടികളെ കൊണ്ടുവന്നാക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല മഴയായിരുന്നു. കുട്ടികൾ പോകുമ്പോൾ നല്ല മഴയത്തെ വണ്ടിയിൽ കയറിയിട്ട്, അപ്പോൾ ഞാനും ഉണ്ണിമോളും മഴ ചാറിൽ ആയിട്ടാണ് വരുന്നത്, മഴച്ചാറ്റിലൊക്കെ കൊണ്ടിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ണിമോളിരുന്ന് പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് എഴുതാനൊക്കെ നന്നായി എഴുതാൻ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബുക്കിൽ നോക്കി ഇങ്ങനെ എഴുതി പഠിക്കാൻ പറഞ്ഞു ട്യൂഷൻ ടീച്ചർ. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ അവൾ. അപ്പോൾ ഇംഗ്ലീഷ് ഇത്തിരി വായിക്കാനൊക്കെ ഇത്തിരി പിന്നാക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് പഠിക്കുന്നത്, എന്നാലും ഒന്നും കൂടി ശരിയാവാനുണ്ട്. അപ്പോൾ അത് മെല്ലല്ലേ പഠിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്നുട്ടോ, അവൾക്ക് കഴുത്ത് ഉളുക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പാനെ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഞാനും പറയാം കേട്ടോ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ നിങ്ങൾ. അപ്പോൾ ഉപ്പ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുക, അവളെ പേരഡ് വിളിക്കുന്നതൊക്കെ മാറിയോ, എന്താ ഈ കാട്ടിന് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉപ്പ ബുക്കിൽ ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് അപ്പോൾ ഉപ്പ ഹായ് എന്നൊക്കെ പറയുകയാണ്. ഇപ്പം കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെ ഓരോന്നും പറയുക. അപ്പോൾ അങ്ങനെ ഉപ്പ അവളുടെ വിശേഷമൊക്കെ ചോദിച്ച് ഉപ്പ പോയിട്ടാണ്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, ഓരോ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. അങ്ങനെ എന്തായി, ചൂലൊക്കെ അങ്ങോട്ട് എടുത്തു, അകുമ്പലൊക്കെ ഒന്ന് അടിച്ചു വരാനായിട്ട്. ഇന്ന് ഇത്തിരി വെയിലും ഉണ്ട്, ഇടയ്ക്ക് മഴ വരുന്നുണ്ട്, വെയിൽ വരുന്നുണ്ട്. അങ്ങനെ തുണികൾ ഇട്ടിട്ട് ഇങ്ങനെ വെയിലത്തിടുക എടുക്കുക, അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കാണാട്ടെ ഞാൻ കാണിക്കണ അംഗം. കുട്ടികളുടെ യൂണിഫോം ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇനി തുണികൾ മുറ്റത്ത് തോരിട ഇല്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡ്രസ്സും കുട്ടികളുടെ യൂണിഫോമും ഞാൻ ഇടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കാക്ക വന്ന് ഇരുന്നിട്ട് ആ യൂണിഫോമിലൊക്കെ ഇരട്ടിപ്പണിയാക്കുകയാണ്. ഇനി ഇടില്ല കേട്ടോ ഞാൻ, കുട്ടികളുടെ യൂണിഫോം ഇനി പുറത്തിടേ ഇല്ല. അപ്പോൾ അടിച്ചു വരുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഈ കൊത്തുമുളക്, ഇങ്ങനെ ഉണക്കമുളക് കിട്ടുന്നുണ്ടല്ലേ, നിങ്ങൾ ഉണക്കമുളക് എന്നാ പറയുക കേട്ടോ, ചിലവർ കൊത്തുമുളക് എന്നൊക്കെ പറയും. ഇന്നലെ ഞാൻ കോഴിമുട്ട വൈകുന്നേരം പൊരിക്കുന്ന നേരത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മുളക് എടുത്തു, കൊത്തുമുളക് എടുത്തപ്പോൾ ഒക്കെ വീണു എൻ്റെ കയ്യിൽ നിന്ന്, കൈ വഴിക്കൊക്കെ വീണു, ആകെ പോയി. അപ്പോൾ കുറേയൊക്കെ ഫ്രിഡ്ജിൻ്റെ ഇടയ്ക്കൊക്കെ പോയേക്കുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഇടയിലൊന്നും ഇങ്ങനെ അടിച്ചു കയറിയപ്പോണ്ട് ഇത് എവിടുന്ന് ഇപ്പോൾ ഇത് വരുന്നത്, ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കണേ കുറച്ചൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒക്കെ അടിച്ച് വൃത്തിയാക്കി. മാറാല തട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. ഫാനിൻ്റെ കോലൊക്കെ ഒന്ന് കണ്ടാൽ മതി നിങ്ങൾ, ഫാനൊക്കെ ഇങ്ങനെ കറുത്തിട്ടിരിക്കുന്നുണ്ട്, ആകെ പൊടി പിടിച്ചിട്ടൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു ഒഴിവുള്ള ദിവസം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നൊക്കെ ഉണ്ട്. ഫാന് വൃത്തിയാക്കിയതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇതൊക്കെ ഇൻഷാല്ലൊക്കെ വൃത്തിയാക്കണം. ആകെ പൊടി പിടിച്ച് മാറാലെ പിടിച്ചൊക്കെ കിടക്കണമൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ഇവിടെ കുഞ്ഞോളുണ്ട് കേട്ടോ. ഇവിടെ ഓരോ വെള്ള കുപ്പിയിലാക്കലും ബഹളമൊക്കെ കാണിക്കുന്നുണ്ട്. എഴുതി പഠിക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് എഴുതി പഠിക്കാണ്ട് അവൾ നല്ല എന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇത് വോയിസ് കൊടുത്തിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ, എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ അവൾ. അപ്പോൾ അടിച്ചു വരലൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇന്ന് എന്തായാലും കുറച്ച് വെയിലൊക്കെ കിട്ടിയില്ലേ. അപ്പോൾ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഈ തോരാന പെരുന്നാൾ തന്നെയല്ലേ പറയുക, അതിന് നല്ല മഴ പെയ്യും, തോരാണ്ട് ഇങ്ങനെ പെയ്യും എന്നൊക്കെ, ഇങ്ങനെ നല്ല മഴ പെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം. പക്ഷെ അങ്ങനൊന്നും പെയ്തില്ലല്ലോ ഇന്ന് മഴ. അങ്ങനെ ചോറ് ഊറ്റിയാണ് കേട്ടോ. അന്ന് ഉണ്ണിമോൾക്ക് ചോറ് കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇത്തിരി നേരം വൈകിട്ട് തന്നെ അരി ഇട്ടത്. അപ്പോൾ ചോറ് വെന്തു, പെട്ടെന്ന് വേവും ചെയ്യും കേട്ടോ, വേഗം വേവണ അരി. അപ്പോൾ 2 നേരത്തിനായിട്ട്, വൈകുന്നേരത്തിനും ഉച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് 2 നേരത്തിന് തന്നെ അരി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഊറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ അവളോട് കുളിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾക്ക് കുളിക്കാൻ ഭയങ്കര മടിയാട്ടാ. അതിന് വേദം ഫൈസി എത്ര വേണേലും ഇങ്ങനെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ. നേരമല്ല, കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. ഉച്ചയിൽ മേല് കഴുകാൻ, അത് ചെയ്തില്ലെങ്കിൽ അവന് ഭയങ്കര വിമ്മിഷ്ടമാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവളോട് ഞാൻ കുളിക്കാൻ ഇങ്ങനെ 100 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാലാണ് അവൾ കുളിക്കുള്ളൂ. അപ്പോൾ മേലെ കഴുകുള്ളൂ കേട്ടോ. ഒന്നരാടാണ് തല നനയ്ക്കലൊക്കെ. ഇപ്പോൾ തണവൊക്കെ അല്ലേ, ഇനിയിപ്പോൾ ഒക്കെ മാറി വരുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് വിളിച്ച് വരുത്തേണ്ട വെച്ചിട്ടൊക്കെ അങ്ങനെ കേട്ടോ.
അപ്പോൾ വെയിൽ കണ്ടപ്പോൾ കുട്ടികളുടെ യൂണിഫോം ഇന്നലെ തിരുമ്പി വെച്ചത് വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ട് അങ്ങനെ വെച്ചേക്കായിരുന്നു തോരടാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തോരട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം മേല് കഴുകിയ ഡ്രസ്സൊക്കെ ഉണ്ട്, എല്ലാം കൂടിയിട്ടൊക്കെ ഒന്ന് അങ്ങനെ വെച്ചേക്കുക. അപ്പോൾ വലിയ കാര്യത്തിലൊക്കെ ഇത് തോരടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ കണ്ടോളേ നല്ല മഴയാണ്. അപ്പോൾ പിന്നെ വേഗം പോയിട്ട് അതെടുത്ത് ബക്കറ്റിൽ തന്നെ ആക്കി വെച്ചു. എന്താ ചെയ്യുക, ഈ വെയിലും മഴ ഇങ്ങനെ വന്നിട്ട് ഉള്ള പണി ചുറ്റി തിരിയാന്നല്ലാണ്ട് കൂട്ടാൻ വെക്കാനും നേരം വഴുകും, എല്ലാത്തിനും നേരം വഴുകൂലേ. അപ്പോൾ ഞാൻ അവളോടത്ത് റെമി അവിടെ നിൽക്കുന്നുണ്ട്, അവൾ തിരുമ്പുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവളോട് ഞാനിങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിലൊക്കെ വരിക ബക്കറ്റും കൊണ്ടിട്ട്. കണ്ടില്ലേ എന്താ മഴ, മുറ്റടിക്കണുണ്ടായിരുന്നു കേട്ടോ, മുറ്റൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ട ചൂലിങ്ങനെ മുറ്റടിക്കുന്നതൊന്നും വീഡിയോ എടുക്കണ്ട വെച്ചിട്ടായിരുന്നു, വേഗം അടിച്ച് വരാച്ചിട്ട്. അപ്പോൾ നല്ല മഴ തന്നെ മഴ. അതിൻ്റെ ഇടയിൽ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളോട് കുറേ നേരം വർത്താനം പറഞ്ഞു. കണ്ടില്ലേ ഒക്കെ ബക്കറ്റിലാക്കി വെച്ചത്. അപ്പോൾ ഈ വിറകിൻ്റെ മുകളിൽ ഷീറ്റ് ഇടാൻ പറഞ്ഞൊരു ചേച്ചി. അപ്പോൾ ഷീറ്റ് ഇല്ല ചേച്ചി, അതാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത്. ടാർപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്തൊരു ടാർപ്പായി. അപ്പോൾ അതങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ 2 വെയിലായിട്ട് തെറിച്ചാൽ മതി. അത് വിറകൊക്കെ ഒന്നിങ്ങടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് ഉണങ്ങി കിട്ടും. വേനൽക്കാലത്ത് ഇനി തീ കൂട്ടലൊക്കെ ഉണ്ടാവുള്ളൂ ആ പുറത്തെ അടുപ്പിൽ. അപ്പോൾ കണ്ടില്ലേ വെയിൽ വന്നു, മഴ പോയി, വെയിൽ വന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഉണങ്ങി കിട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചവനെ മഴ പെയ്യിക്കല്ലേ, ഇതൊന്നും ഉണങ്ങി കിട്ടണേ എന്നൊക്കെ പറയുകയാണ്. എന്താ കാര്യം, കാക്കോള് വന്നിരുന്നിട്ട് ഞാൻ പോ കാക്കേ പറഞ്ഞിട്ട് ഈ ആട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ഞാൻ അടുക്കളയിൽ നിന്നിട്ട്. അപ്പോൾ ഉണ്ണിമോള് നിന്ന് ചിരിക്കുന്നുണ്ട്. അവൾ എൻ്റെ പിന്നിന്ന് പോകണില്ല കേട്ടാ, കൂട്ടാൻ വയ്ക്കുമ്പോഴും മീൻ നന്നാക്കുമ്പോഴും ഒക്കെ എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. അത് കാരണം എനിക്ക് നല്ല ഒരു നേരം പോക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാവുക. അങ്ങനെ അവൾ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ പോയി ഉമ്മച്ചി ഒറ്റയ്ക്കല്ലേ, ഉപ്പച്ചൊന്നും ഇല്ലെങ്കിൽ ഉപ്പച്ചി കച്ചവടത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്നൊക്കെ പറയണേ. അപ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പൂച്ചോളും ഉണ്ടാവും, അവരെന്നെ കളിയൊക്കെ കണ്ടിട്ട് നോക്കി നിൽക്കും എന്നൊക്കെ പറയാം ഞാനിട്ടാ. അപ്പോൾ അവളുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി കൊടുക്കുകയാണ്, മേല് കഴുകിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തല നോക്കി കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞുള്ള നേരമൊക്കെ പോവും. അത്യാവശ്യം പേനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്കൂളിൽ പോകുമ്പോൾ ഈ നനഞ്ഞ മുടിയൊക്കെ കെട്ടി 2 ഭാഗം കെട്ടി കുട്ടികളുടെ ഇടയിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ ചീന്താൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ള നേരമൊക്കെ പോവും. അപ്പോൾ ഞാൻ വേഗം മുടിയൊക്കെ കെട്ടി മെടഞ്ഞ് അങ്ങോട്ട് ഒതുക്കിയിട്ട് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഇവളിങ്ങനെ ചപ്പറക്കാളിയായിട്ട് ഇങ്ങനെ നടക്കുള്ളേ. അപ്പോൾ അങ്ങനെ പട്ടിക്കുട്ടികളുടെ കളിയും കണ്ടിട്ട് അവൾ നിൽക്കുക. അവൾക്ക് ചെരുപ്പിടാൻ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അവളോട് പറഞ്ഞു ചെരുപ്പിടുക, അപ്പുറത്തുനിന്ന് പോയിട്ട് ചെരുപ്പ് ഇട്ടിട്ട് വന്ന് നിൽക്കുക പറഞ്ഞാൽ എനിക്ക് ചെരുപ്പൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാല് കഴുകിയിട്ട് മര്യാദയ്ക്ക് കാലൊക്കെ നന്നായി കഴുകിയിട്ട് അകത്തേക്ക് കയറി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല വഴുക്കലൊക്കെ ഉള്ളതാണ്, ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്തു. വെയിൽ തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാല് കഴുകാനൊക്കെ പറയുക അവളോട്. അപ്പോൾ എന്തായി, മീൻ നന്നാക്കാൻ അങ്ങോട്ട് ഇരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മീൻ വണ്ടി ഇങ്ങനെ പോയിരുന്നു, ചെമ്പല്ലി മാന്തൾ പിന്നെ അതുണ്ട് ഇതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞ് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക ചോറ് കഴിക്കണതിൻ്റെ ഇടയിൽ നീച്ച് പോയിട്ട് മാന്തൾ പറയണ കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് മാന്തൾ മേടിച്ചു. അപ്പോൾ എന്തായി, മാന്തൾ നന്നാക്കുകയാണ്. അതാച്ചെങ്കിലോ തൊലി ചീന്താനും പറ്റുന്നില്ല. കുറേ നേരം ആകുമ്പോൾ ഇങ്ങനെ അംഗം വെട്ടിയിട്ട് നിൽക്കുക. പൂച്ചോളൊക്കെ ഇങ്ങനെ വന്ന് കാവൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ, ഞാൻ പറഞ്ഞില്ലേ ഉപ്പാടെ കാര്യം. ഇന്നലെ ഞാൻ തേന് കാട്ടി തന്നില്ലേ നിങ്ങൾക്ക്, വിറക് ഉപ്പ വെട്ടിയപ്പോൾ ഉപ്പാക്ക് തേന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉപ്പ കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തന്നതാണ്. കുട്ടികൾക്ക് കൊടുത്തോ മരുന്ന് കൊടുക്കുമ്പോൾ ഒക്കെ ഈ കഫക്കെട്ടിനൊക്കെ നല്ലതാലോ, മഞ്ഞളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതിപ്പോൾ ഞാൻ എന്താ കാട്ടിച്ചിങ്ങനെ വലിയ കാര്യത്തിലൊക്കെ വെയിലത്ത് കൊണ്ടുവച്ചോ, അത് കഴിഞ്ഞാൽ മൂടി വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെയിലുണ്ടല്ലോ ഇപ്പം ഇന്ന്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നെ പറയാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഉപ്പാട് ഞാൻ എന്താ പറയാന്ന് പോലും അറിയണില്ല കേട്ടോ. ഉപ്പാട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ടും. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഉപ്പ പറഞ്ഞാൽ എന്താ ചെയ്യുക, ഉപ്പാടെ നല്ല ആട്ട് കേൾക്കും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വെയിലത്ത് കൊണ്ടുവച്ചപ്പോൾ അതിലൊക്കെ ഉറുമ്പ് വന്നു, ഈച്ച വന്ന് വീണു, ഭയങ്കര ഇതായിട്ടാണ്. ഞാൻ ഒക്കെ പറയുക ഈ വെച്ച് കഴിഞ്ഞാൽ പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൂടെ എന്നൊക്കെ പറയുകയാണേ. വെയിൽ കൊണ്ടിട്ട് അങ്ങനെ കുപ്പിയിലാക്കിയിട്ട് മൂടിയൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കാക്കോള് നോക്കിയേ കണ്ട, കാക്കോള് പറന്ന അതുമ്മ പോയി ഇരിക്കാൻ നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ കാക്കയെന്ന് പറയുന്നുണ്ട്, പോണുമില്ല. അപ്പോൾ ഉണ്ണിമോൾ ഇങ്ങനെ ആട്ടണമൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ പട്ടിക്കുട്ടികളും വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എവിടെ വരെ എത്തി ഞാൻ പറഞ്ഞത്? ഈ തേൻ്റെ കാര്യമാണ്. ഇപ്പോൾ തേനിപ്പോൾ ഒക്കെ കൊണ്ട് കളഞ്ഞു വിട്ടാ ഞാൻ. ഒന്നിനും പറ്റില്ല. ആകെ ചോണനുറുമ്പ് വന്ന് വീണുണ്ട്, ഈച്ച വന്ന് വീണുണ്ട്, ഈച്ച വന്ന് ചത്ത് കിടക്കുന്നുണ്ട്. അതെങ്ങനെ ഇനി ഉപയോഗിക്കുക? അപ്പോൾ അത് കൊണ്ട് ഞാൻ കളഞ്ഞു. അത് ഇനി ഒന്നിനും പറ്റില്ല. ഇനി ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പാട് ഞാൻ എന്താ പറയുക എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഒന്നും പറയുകയൊന്നുമില്ല. എന്നാലും ഇപ്പോൾ എന്ത് പണിയാണ് കട്ടിന്ന് എന്തെങ്കിലും ഒന്നും പറയാതിരിക്കില്ല കേട്ടാ. അപ്പോൾ ഇക്ക വന്ന് ചോറ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഫൈസയുടെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഫൈസയ്ക്ക് പെരടി വേനിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇക്ക ഒന്ന് അങ്ങോട്ട് പോയിട്ടാണ്. അവന് വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ ചെന്നപ്പോൾ നല്ല കളിയിലാണ്. അവന് ഫോണിൽ ഗെയിം കളിച്ചിട്ട് തല ഇങ്ങനെ കീപ്പിട്ടിക്കൽ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അതാവും ഇങ്ങനെ തല വേനിച്ചിട്ട് അല്ല പെരടി വേനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു പാരസെറ്റമോളൊക്കെ കൊണ്ടുപോയിട്ട് പോയത്. അപ്പോൾ അത് അവന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇക്ക വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കൂട്ടാനായി ഉപ്പേരി, പിന്നെ പുളിഞ്ചാറ് വെച്ചു, മാന്തൾ, പിന്നെ മീൻ പൊരിച്ചതുണ്ട്, കടുമാങ്ങച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കണ്ടില്ലേ അതൊക്കെ? അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ തേനൊക്കെ വലിയ കാര്യത്തിൽ നല്ല വെയിലാട്ടോ. അപ്പോൾ അത് കൊണ്ടുവയ്ക്കാൻ പോയതാണ്. കൊണ്ടുവച്ചിട്ട് ഞാൻ ചോറ് വെച്ചിട്ട് കുറച്ച് നേരം അവിടെ കിടന്നു. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ അങ്ങനെ കിടന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം ചെറുതായിട്ട് മറന്നു പോയിട്ടേ കേസ്. അപ്പോൾ ഞാൻ ഉണ്ണിമോളോട് പറഞ്ഞു, ഉണ്ണിമോളൊന്ന് നോക്കിയേ പറഞ്ഞപ്പോൾ ഉമ്മച്ചി ആ തേനിന് ഒന്നിനും പറ്റില്ല, അത് കൊണ്ട് കളയാനും പറ്റില്ല, അതിലൊക്കെ ഈച്ചി ഒക്കെ വന്ന് വീണു പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിന് തറവാട്ടിൽ കൂടെ പോയാൽ ഞാൻ മിളക് ഉണക്കണതൊക്കെ ആ കിണറിൻ്റെ ഷീറ്റിൻ്റെ മുകളിലാണ് ഇട്ടാ. അപ്പോൾ വലിയ കാര്യത്തിൽ എന്താ കൊണ്ടുവയ്ക്കാൻ പോണ പോക്കില്ലേ, എന്തായി ഉപ്പ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ വയ്ക്കുന്നത്. ഉപ്പ ഇനി ഉച്ചയ്ക്ക് ചോറ് വയ്ക്കൽ കഴിഞ്ഞ് ഉപ്പാക്കൊരു ഉറങ്ങലൊക്കെ ഉണ്ട്, ഉച്ചമയക്കൊക്കെ ഉണ്ട് ഉപ്പാക്ക്. അത് കാരണം അവരെ രണ്ടാളും ഉമ്മയും അവിടെ എന്താ നിങ്ങളുടെ ഫോണ് കണ്ടു, അവിടെ ഇല്ല കേട്ടോ, ഉപ്പ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരും കണ്ടിട്ടില്ല ഞാൻ കൊണ്ടുവന്ന് വയ്ക്കുന്നത്, എനിക്ക് ഉക്കാക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ ഉപ്പാട് ഞാൻ പറയാൻ എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ പറയണില്ല, ഇപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ തേന് കൊണ്ട് കളഞ്ഞു ഗേസ്. അപ്പോൾ വലിയ കാര്യത്തിൽ കൊണ്ട് വെച്ചേക്കണ വെയിലൊക്കെ നോക്കിയിട്ട്, വെയിലൊക്കെ നല്ല വെയിലാട്ടാ. അങ്ങനെ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ചോറേക്കലൊക്കെ കഴിഞ്ഞു. ഉണ്ണിമോൾ ഇതാ ബിസ്ക്കറ്റ് എടുത്ത് കൊണ്ടുതന്നെയുണ്ട്. അപ്പോൾ ഇക്ക് പറഞ്ഞത് തന്നിട്ട് അവൾ. അപ്പോൾ അവൾ ഇങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്ക് തന്നെയാണ്. കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ. അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.